ബാലൻ, ഡയറക്ടർ ചിദംബരം, റിട്ടൺ ബൈ ചിത്തു മാധവൻ. പ്യുവർ ക്ലാസിക് സിനിമ. ഈ അടുത്ത കാലത്ത് ഞാൻ ഇതുപോലൊരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൽ എടുത്ത് പറയാനുള്ളത് ഇതിൽ അഭിനയിച്ച ഓരോ ആളുകളും. കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി പെർഫോം ചെയ്ത് പീക്കിലെത്തിക്കുക. Music by Shushin Sham, DOP Shaiju Khalid, editor Vivek Harshan. When it comes to this cinema, a group of quality technicians. ഓരോ കഥാപാത്രവും വളരെ ആപ്റ്റ് ആയിട്ട് തന്നെയാണ് കാസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ രണ്ട് പയ്യന്മാരുണ്ട്, ലീഡ് റോൾ ചെയ്യുന്ന രണ്ട് പയ്യന്മാര്. 3-4 വയസ്സ് ഏജ് കാറ്റഗറി കാണിക്കുന്ന ആദിശേഷൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. പിന്നെ അതിന്റെ ഒരു ടീനേജ് പ്രായം കാണിക്കുന്ന മുഹമ്മദ് സിനാൻ. ഇതിൽ രണ്ടുപേരും എന്താ അഭിനയം. ചെറുപ്പകാലം അഭിനയിച്ച പയ്യനുണ്ടല്ലോ ആദിശേഷൻ, അവന്റെ ആ കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഒരു നിസ്സഹായ അവസ്ഥ, അവൻ കടന്നു പോകുന്ന ആ ലൈഫിന്റെ ഒരു പെയിൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ചെറിയൊരു പയ്യന് ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അത് ചെയ്ത മുഹമ്മദ് സിനാൻ. ഈ മുഹമ്മദ് സിനാനെ പറ്റി ഗണപതി പറഞ്ഞൊരു കാര്യം ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം. എന്ത് കോൺഫിഡന്റ് ആയിട്ട് ആ പയ്യൻ പറയുന്നത്. അതനുസരിച്ച് തന്നെ അവൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ രണ്ട് പയ്യന്മാരുടെയും ക്ലോസപ്പ് ഷോട്ട്സ് കുറച്ചുണ്ട്. അവരുടെ മുഖത്ത് വരുന്ന ഇമോഷൻ ഉണ്ടല്ലോ, ആ ഇമോഷൻ എന്താന്നുള്ളത് കൃത്യമായിട്ട് പ്രേക്ഷകന് കിട്ടും. ഇതിൽ വേറെ കുറെ അധികം നല്ല അഭിനേതാക്കളുണ്ട്. ഫർസാന, ബീന ആന്റണി, ഗിരീഷ് ഏടി, ഓഫ് കോഴ്സ് ടോമിനോട് ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ, ആ ഒരു ക്യാരക്ടറെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ആ ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നൊരു ഫീൽ നമുക്ക് വരും. ഇത്രയധികം ആ ഒരു സംഭവം കൺവേ ചെയ്യാൻ ആ ക്യാരക്ടറിന് പറ്റുന്നുണ്ട്. ജീൻ പോൾ ലാൽ, ഇപ്പൊ ജീൻ പോൾ ലാലിന്റെ ഒക്കെ ഒരു വേർഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ട് നമുക്ക് ചൊറിഞ്ഞു തോന്നും. ആ ഒരു എന്താ പറയാ, ആ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ കിട്ടും. അതാ പറഞ്ഞ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, കോസ്റ്റ്യൂം ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വെറുതെ അല്ലേ പ്രിയദർശൻ പറഞ്ഞത് ഈ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. ശരിയാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി തന്നെയാണ്. ഒരു നാട്ടിൻപുറത്ത് സംഭവിക്കുന്ന ഒരു കഥ, അതിലെ ഫ്രെയിംസ് ആയിക്കോട്ടെ, ഷോർട്ട് ഡിവിഷൻസ് ആയിക്കോട്ടെ, നമ്മൾ ശരിക്കും ആ ഒരു കഥയിൽ ഇൻവോൾവ് ആയിട്ട് ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് ടിൽ ദ എൻഡ് ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളുണ്ട്. ഒരു അമ്മച്ചിയുടെ ക്യാരക്ടർ ചെയ്തൊരു കഥാപാത്രമുണ്ട്. എവിടെ നിന്നാണ് ഇതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ തപ്പിയെടുത്തുകൊണ്ട് വരുന്നത്? ബ്രില്യൻ കാസ്റ്റിംഗ്, അത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇവരെല്ലാം ആക്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഇവരുടെ അഭിനയങ്ങൾ. സോ അതുകൊണ്ട് തന്നെ ഇവരെന്താണോ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിലൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇമോഷണലി ഹുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അഭിനയം വൈസ് അറ്റ് ഇറ്റ് സ്പീക്ക്, അതാണ് ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷൻ കൺവേ ചെയ്യാൻ ശുഷിൻ ശ്യാമിന് ശരിക്കും കഴിഞ്ഞിട്ടുണ്ട്. 2-3 പാട്ടുകൾ ആപ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അതിലെ ഓരോ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു തിയേറ്റർ സറൗണ്ടിൽ നിന്ന് കേൾക്കുമ്പോൾ ആ ഒരു സിനിമയുടെ മൂഡിലേക്ക് നമ്മളെ ശരിക്കും ഇന്നാക്കുന്നുണ്ട്. ബാലൻ ദ ബോയ്, ക്ലാസിക് മൂവി ഫ്രം ചിദംബരം.